Hi, welcome to Renisha CS Edu World. നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് 3 അഡ്രസ് കോഡിനെ കുറിച്ചാണ്. അപ്പം 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇന്റർമീഡിയറ്റ് കോഡിൻ്റെ അകത്ത് പറഞ്ഞായിരുന്നു. 3 അഡ്രസ് കോഡിനെ ഇന്റർമീഡിയറ്റ് കോഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. അപ്പം 3 അഡ്രസ് കോഡ് ഇസ് എ ടൈപ്പ് ഓഫ് ഇന്റർമീഡിയറ്റ് കോഡ്. ഒരു ടൈപ്പാണ്, ഇന്റർമീഡിയറ്റ് കോഡിന്റെ ഒരു ടൈപ്പാണ് ഏതാണ് 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. Which is easy to generate and can be converted to machine code. അപ്പോൾ അത് ഈസി ടു ജനറേറ്റ് ആണ്. ഓക്കെ, അതായത് 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത് എന്താണ്? ഈസി ടു ജനറേറ്റ് ആൻഡ് ഈസിലി കൺവേർട്ട് ടു മെഷീൻ കോഡ്. മെഷീൻ കോഡിലോട്ട് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇറ്റ് മേക്സ് യൂസ് ഓഫ് അറ്റ്മോസ്റ്റ് 3 അഡ്രസ്സസ്. അപ്പോൾ ഈ 3 അഡ്രസ് കോഡ് എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് അറ്റ്മോസ്റ്റ് 3 അഡ്രസ്സസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ ഒരു 3 അഡ്രസ് കോഡിൻ്റെ അകത്ത് ഒരു ഓപ്പറേറ്റർ കാണും. ആ എക്സ്പ്രഷൻ്റെ അകത്ത് നമ്മൾ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യും ടു റെപ്രസെന്റ് എ എക്സ്പ്രഷൻ ആൻഡ് വാല്യൂ കമ്പ്യൂട്ടഡ് അറ്റ് ഈച്ച് ഇൻസ്ട്രക്ഷൻ is stored in temporary variable generated by compiler. ഓക്കെ, വാല്യൂ ഇതിനകത്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഓരോ ഇൻസ്ട്രക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു വാല്യൂ കിട്ടുമല്ലോ, അത് സ്റ്റോർ ചെയ്യുന്നത് ഒരു ടെമ്പററി വേരിയബിളിലായിരിക്കും. അതൊരു കമ്പൈലർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ടെമ്പററി വേരിയബിളിലാണ് എക്സ്പ്രഷന്റെ വാല്യൂവിനെ അത് സ്റ്റോർ ചെയ്യുന്നത്. Compiler decides the order of operation given by 3 address code. Compiler ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് രീതിയിൽ ഏത് ഓർഡറിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ഈ 3 അഡ്രസ് കോഡ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഏത് ഓർഡർ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് കമ്പൈലറാണ്. അപ്പം അത് നമ്മൾ പറഞ്ഞ 3 അഡ്രസ് കോഡിനകത്ത് അറ്റ്മോസ്റ്റ് 3 ആണ് അഡ്രസ്സസ് യൂസ് ചെയ്യുക. അതായത് 3 അഡ്രസ് എന്ന് പറയുന്നുണ്ടോ, ഇവിടെ എ, ബി, സി. ഓക്കെ, ജനറലി നമുക്ക് ഇങ്ങനെ പറയാം, ഈ 3 ഓപ്പറന്റ് ആണ് നമുക്ക് കാണുക ഒരു ഓപ്പറേറ്റർ. ഓക്കെ, എയും ബിയും സിയും ഓപ്പറന്റ് ആണ്. ഇവിടെ ഒ പി എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് 2 എണ്ണം എന്ന് പറയുന്നത് മാക്സിമം 3 എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ കുറവ് നമുക്ക് വരാം, 2 എണ്ണം വരാം. ഇതിൻ്റെ അകത്ത് പറയുന്നത് എയും ബിയും സിയും റെപ്രസെന്റ് ദ ഓപ്പറൻസ് ആണ്. ഓപ്പറൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ വരാം? നെയിംസ് വരാം, കോൺസ്റ്റന്റ് വരാം, ഓക്കെ, അല്ലെങ്കിൽ കമ്പൈലർ ജനറേറ്റ് ചെയ്യുന്ന ടെമ്പററി വേരിയബിൾ വരാം. ഒ പി എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതാണ് ഒരു 3 അഡ്രസ് കോഡിന്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ്? ആദ്യം ഇത് ഓപ്പറന്റ് ഈസ് ഈക്വൽ ടു ഓപ്പറന്റ്, അത് കഴിഞ്ഞിട്ട് ഓപ്പറേറ്റർ, പിന്നെ ഓപ്പറന്റ്. ഇതാണ് ഒരു ജനറൽ റെപ്രസെന്റേഷൻ. ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ എങ്ങനെ ഒരു 3 അഡ്രസ് കോഡിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ് എ ഇൻടു മൈനസ് ബി പ്ലസ് സി. അപ്പൊ നമുക്ക് സാധാരണ എന്താ ചെയ്യുന്നത്? ആദ്യം ബി പ്ലസ് സിയെ കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെ? ബി പ്ലസ് സിയെ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ബി പ്ലസ് സിയെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആ കിട്ടിയ റിസൾട്ടിനെ എന്ത് ചെയ്തു? ടെമ്പററി വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തു. ഇനി അടുത്തത് ബി പ്ലസ് സി ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? മൈനസ് ആണ്, അല്ലെ? യൂണറി മൈനസ്. ഈ കിട്ടിയ റിസൾട്ടിനെ യൂണറി മൈനസ് കൊണ്ട് മൈനസ് ചെയ്യണം. അപ്പം T2 യൂണറി മൈനസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. T1 എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ റിസൾട്ടിനെ എന്ത് ചെയ്ത് കൊടുക്കുക? ഇവിടെ കൊടുക്കുക. അപ്പൊ യു മൈനസ് T1 എന്ന് പറയുമ്പോൾ യൂണറി മൈനസ് ആ റിസൾട്ടിനകത്ത് അപ്ലൈ ചെയ്തു. ആ കിട്ടിയ റിസൾട്ട് എന്ത് ചെയ്യാം? T2 എന്ന് പറഞ്ഞ വേറൊരു എണ്ണത്തിനകത്ത് സ്റ്റോർ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഈ എയും ഈ കിട്ടിയ റിസൾട്ടും T2 കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം എന്ത് ചെയ്യാം? എയും T2 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ആ റിസൾട്ട് എന്ത് ചെയ്തു? ഒരു ടെമ്പററിക്കകത്ത് സ്റ്റോർ ചെയ്തു. അപ്പൊ ഇതാണ് ഒരു 3 അഡ്രസ് കോഡ്. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന റൂൾ അനുസരിച്ച് ജനറേറ്റ് ചെയ്തൊരു 3 അഡ്രസ് കോഡാണ്. അപ്പൊ ഇതിൻ്റെ അകത്തെല്ലാം എന്താണ്? മാക്സിമം 3
അഡ്രസ്സസേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ 3 എണ്ണം, T1 B പിന്നെ C. ഈ ഒരു എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ T1 T2 T1 മാത്രം 2 അഡ്രസ്സസേ ഉള്ളൂ. T3 ഇതെടുക്കുകയാണെങ്കിലും T3 A T2 3 അഡ്രസ്സ്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് 3 അഡ്രസ് കൊണ്ട് അത് നമ്മൾ മാക്സിമം 3 അഡ്രസ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഓപ്പറേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. നമുക്ക് 3 അഡ്രസ് കോഡിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് 3 മെത്തേഡാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ 3 അഡ്രസ് കോഡിനെ നമ്മൾ 3 മെത്തേഡ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ക്വാഡ്രപ്പിൾസ്, സെക്കൻഡ് ട്രിപ്പിൾസ് ആൻഡ് ഇൻഡയറക്റ്റ് ട്രിപ്പിൾസ്. അപ്പോൾ 3 രീതിയിൽ നമുക്ക് 3 അഡ്രസ് കോഡിനെ റെപ്രസെൻറ്റ് ചെയ്യാം: ക്വാഡ്രപ്പിൾസ്, ട്രിപ്പിൾസ് ആൻഡ് ഇൻഡയറക്റ്റ് ട്രിപ്പിൾസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്വാഡ്രപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ് വിത്ത് കൺസിസ്റ്റ് ഓഫ് 4 ഫീൽഡ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 4 സ്ട്രക്ചറാണ്. അതിനകത്ത് ഏതൊക്കെയാണ് വരിക? OP ഓപ്പറേറ്റർ, ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2, റിസൾട്ട്. ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാണും? ഓപ്പറേറ്റർ കാണും. ഫസ്റ്റിൽ ഓപ്പറേറ്റർ, പിന്നെ ആർഗ്യുമെന്റ് 1, നെക്സ്റ്റ് ആർഗ്യുമെന്റ് 2, ദെൻ റിസൾട്ട്. ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പം ഒരു ടേബിളിൻ്റെ അകത്ത് 4 ഫീൽഡ് കാണും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ്, പിന്നെ ആർഗ്യുമെന്റ് 1, പിന്നെ ആർഗ്യുമെന്റ് 2, പിന്നെ റിസൾട്ട്. ഇനി OP എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഓപ്പറേറ്റർ ആണ്. പിന്നെ arg1 arg2 എന്ന് പറയുന്ന 2 ഓപ്പറൻസ് ആണ്. ഇവിടെ യൂസ് ചെയ്യുന്ന 2 ഓപ്പറൻസ് ആണ് arg1 arg2. റിസൾട്ട് എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ റിസൾട്ട് ഓഫ് ദ എക്സ്പ്രഷൻ. ഒരു എക്സ്പ്രഷൻ കാണുമല്ലോ, ആ എക്സ്പ്രഷൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് 4 ഫീൽഡ് കാണും: ഓപ്പറേറ്റർ, ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2 ആൻഡ് റിസൾട്ട്. ഇത്രയുമായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇതെങ്ങനെയാണ് ക്വാഡ്രപ്പിൾ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ ഇതാണ്: A is equal to B into minus C plus B into minus C. അപ്പം ഈ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് ക്വാഡ്രപ്പിളിലേക്ക്. അപ്പോൾ ആദ്യം നമ്മൾ 3 അഡ്രസ് കോഡ് നമ്മൾ എഴുതണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കേണ്ടത്, ഇതിനകത്ത് പ്രസിഡൻസ് കൂടുതലുള്ള ആദ്യം യൂണറി മൈനസിനാണ്. അപ്പം ഇവിടെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇൻറ്റു ആണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു വരുന്നുണ്ട്, ഇതും വരുന്നുണ്ട്, ഇതും വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ 2 എണ്ണം സെയിം പ്രസിഡൻസ് വരുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? അസോസിയേറ്റിവിറ്റി നമുക്ക് നോക്കണമായിരുന്നു. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇവിടെ അസോസിയേറ്റിവിറ്റി. അപ്പം ആദ്യം ഈ B ഇൻറ്റു മൈനസ് C ചെയ്തിട്ട് വേണം അടുത്ത B ഇൻറ്റു മൈനസ് C ചെയ്യാൻ. അപ്പം ആദ്യം ഇതാ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന ഏതാ? -C ആണ്. അപ്പോൾ യൂണറി മൈനസിനാണ് ഇൻറ്റുവിനേക്കാളും പ്രസിഡൻസ് കൂടുതൽ. അപ്പം നമ്മൾ ഇങ്ങനെ എഴുതി യൂണറി മൈനസ് U മൈനസ് C. ഓക്കെ, അപ്പം -C ആയി. അതിന് എന്ത് ചെയ്യുക? ഒരു ടെമ്പററി വേരിയബിൾ T1ലേക്ക് അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്തു. ഇനി എന്താ ചെയ്തിരിക്കുന്നത്? B ഇൻറ്റു T1 അല്ലേ, C ആണ്. B ഇൻറ്റു -C എന്ന് പറയാം. -C ഇപ്പോൾ എവിടെ ഉണ്ട്? T1 ഡോട്ടുണ്ട്. B ഇൻറ്റു T1. അപ്പോൾ B ഇൻറ്റു T1നെ കിട്ടിയ റിസൾട്ട് എന്ത് ചെയ്തു? T2ൻ്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തു. അപ്പോൾ B ഇൻറ്റു T1ൻ്റെ റിസൾട്ട് T2ലുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തു. ഓക്കെ, ഇനി ഏത് ചെയ്യണം? ഇതാണ് ചെയ്യേണ്ടത് അല്ലേ, ഇത് ചെയ്യണം. അപ്പം ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ആദ്യം യൂണറി മൈനസ് ആണ് ചെയ്യുക. അപ്പം U മൈനസ് C T3, ആ T3 എന്ന ഒരു ടെമ്പററി വേരിയബിളിൻ്റെ അകത്ത് എഴുതി. അതുകൊണ്ട് എന്ത് ചെയ്യണം? B ഇൻറ്റു -Cയുടെ വാല്യൂ T3യിലുണ്ട്. അപ്പം B ഇൻറ്റു T3 എന്ന് കൊടുത്തു. അതിൻ്റെ വാല്യൂ എന്ത് ചെയ്തു? T4 സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ കിട്ടിയതും B ഇൻറ്റു C, ആദ്യത്തെ B ഇൻറ്റു സിയുടെ റിസൾട്ടും രണ്ടാമത്തെ B ഇൻറ്റു സിയുടെ റിസൾട്ടും കൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ആദ്യത്തെ B ഇൻറ്റു സിയുടെ റിസൾട്ട് എവിടെ ഉണ്ട്? T2യിലുണ്ട്. രണ്ടാമത്തെ B ഇൻറ്റു സിയുടെ റിസൾട്ട് T4ലുണ്ട്. അപ്പം T2 പ്ലസ് T4 ആഡ് ചെയ്തു.
ഓക്കെ, അതിൻ്റെ റിസൾട്ട് ഇവിടെ ചെയ്തു, T5 സ്റ്റോർ ചെയ്തു. അപ്പോൾ A ഈസ് ഈക്വൽ ടു എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, Eക്കകത്ത് വാല്യൂ വരണം. അപ്പോൾ A ഈസ് ഈക്വൽ ടു T5 എന്ന് പറയുമ്പം ആ T5യിലുള്ള വാല്യൂ ആർക്ക് കൊടുക്കും, Aക്ക് കൊടുക്കും. ഇതാണ് 3 അഡ്രസ് കോഡ്. ഈ 3 അഡ്രസ് കോഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്വാഡ്രപ്പിളിലോട്ട് മാറ്റുന്നത്. അപ്പം ക്വാഡ്രപ്പിളിൻ്റെ അകത്ത് നമ്മൾ മാറ്റുമ്പോഴത്തേന് ഇത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഏതാണ്, ഇൻഡെക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്പർ പരേക്കകത്ത് ലിസ്റ്റ് ഇപ്പം 0, 1, 2, 3 അതാണ് ഇൻഡെക്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഫീൽഡ് പിന്നെ എന്താണ്, ഓപ്പറേറ്റർ ആണ്. കണ്ടോ ഇവിടെ ഫസ്റ്റിൽ ഓപ്പറേറ്റർ ആണ് സ്റ്റോർ ചെയ്തത്. അപ്പോൾ ഓപ്പറേറ്റർ, പിന്നെ arg1 കണ്ടോ, നെക്സ്റ്റ് arg2 റിസൾട്ട്, ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക. അപ്പം നമ്മൾ ആദ്യത്തെ എക്സ്പ്രഷൻ 0 ഇതാണ് ആദ്യത്തെ, ഇത് എടുത്തു. അപ്പം ഇവിടെ എടുത്തു കഴിയുമ്പോഴത്തേന് എന്താ ഇവിടെ വരിക, യൂണറി മൈനസ് സി എന്നാണ്. അപ്പം 0 എന്ന് പറയുന്നിടത്ത് എഴുതി ഓപ്പറേറ്റർ യൂണറി മൈനസ് ആണ്. ആർഗ്യുമെന്റ് 1 CL, യൂണറി മൈനസ് ആയതുകൊണ്ട് ആർഗ്യുമെന്റ് 2 ഇല്ല, അത് വേക്കൻ്റ് ആണ്. പിന്നെ റിസൾട്ട് എന്ന് പറയുമ്പം ഈക്വൽ ടുൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ T1. അടുത്ത ഇത് എടുത്തു, അടുത്ത എടുക്കുമ്പോൾ ഏതാ, B ഇൻറ്റു T1 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അടുത്തത് 1 എന്ന് പറയുന്ന ലൊക്കേഷൻ ഇൻഡെക്സിൻ്റെ അകത്ത് ഇൻറ്റു ഓപ്പറേറ്റർ വേണം ആദ്യം എഴുതാൻ, ഇൻറ്റു പിന്നെ ഏതാണ് T1, B ഇൻറ്റു T1 ആണ്. അപ്പം T1 B കൊടുത്തു. ഓക്കെ, അതിൻ്റെ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യുക, T2 സ്റ്റോർ ചെയ്യുക. നെക്സ്റ്റ് യൂണറി മൈനസ് സി ആണ്. അപ്പം എന്ത് കൊടുക്കാം, യു മൈനസ് ആണ് ഓപ്പറേറ്ററിൻ്റെ അവിടെ, ആർഗ്യുമെൻറ്റിൻ്റെ അവിടെ സി വരും, ഇവിടെ വേക്കൻ്റ് ആയിട്ട് ഇടുക, റിസൾട്ട് T3 ആയിരിക്കും. ഇനിയും അടുത്ത എക്സ്പ്രഷൻ എടുത്തു, ഇതെടുത്ത് കഴിയുമ്പം മൂന്നാമത്തെ ലൊക്കേഷനാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റു ഓപ്പറേഷനാണ്. അപ്പോൾ ഇൻറ്റു ഓപ്പറേറ്റർ നമ്മൾ ആദ്യം കൊടുത്തു കേട്ടോ. അപ്പം അടുത്ത ഏതാ, T3 Bയും ഉണ്ട്. ഇതിൻ്റെ അകത്ത് കാര്യം ഇതെങ്ങനെ വേണേലും എഴുതാം, ആർഗ്യുമെൻറ്റ് 1 ആർഗ്യുമെൻറ്റ് 2. ഇപ്പം B T3 എന്ന് എഴുതുന്ന പോലെ തെറ്റൊന്നുമില്ല, T3 B വേണേലും എഴുതാം. T3 B T4 എന്ന് പറയുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്. അടുത്ത് എന്ത് ചെയ്യുക, T2ഉം T4ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഓപ്പറേറ്റർ വേണം ആദ്യം എഴുതാൻ, പ്ലസ് പിന്നെ T2 പിന്നെ T4, റിസൾട്ട് ഇവിടെ T5. ലാസ്റ്റിൽ A ഈസ് ഈക്വൽ ടു T5 എന്ന് പറയുമ്പം ഓപ്പറേറ്ററിൻ്റെ അവിടെ ഈക്വൽ ടു T5 ആണ്, ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2 ഇല്ല, അതുകൊണ്ട് വേക്കൻ്റ് ആയിട്ട് എഴുതുക, റിസൾട്ടിൻ്റെ അവിടെ A എന്ന് എഴുതുക. ഇങ്ങനെയാണിത് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ എക്സെപ്ഷൻസ് വരുന്നത്, ക്വാഡ്രപ്പിളിൻ്റെ അകത്ത് വരുന്ന എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പം റെപ്രസെൻറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പം എക്സ് ഈസ് ഈക്വൽ ടു OPY. ഓക്കെ, ഇതാണ് ഇപ്പം എക്സ് ഈസ് ഈക്വൽ ടു OPY എന്നാണെങ്കിൽ നമുക്ക് എന്ത് വരും, ഓപ്പറേറ്റർ ഫീൽഡ് ഉണ്ട്, വൈക്കകത്ത് ആർഗ്യുമെൻറ്റ് ഫീൽഡ് ഉണ്ട്. ഓക്കെ, വൈക്കകത്ത് ആർഗ്യുമെൻറ്റ് 1ൻ്റെ ഫീൽഡിനകത്ത് Y ഉണ്ട്, റിസൾട്ടിൻ്റെ അകത്ത് ഏതാണ്, എക്സ് ആണ്. ആർഗ്യുമെൻറ്റ് 2 എന്ന് പറയുന്ന ഫീൽഡ് എന്തായിരിക്കും, യൂസ് ഇല്ലാതെ കിടക്കുവാണ്, അതൊരു എക്സെപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ വരുമെന്ന കേസ് ഇപ്പോൾ യൂണറി മൈനസിനെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, യു മൈനസ് എന്ന് മൈനസ് സി എന്ന് പറഞ്ഞപ്പോഴത്തേന് എങ്ങനെയായിരുന്നു, ആ ഒരു ഫീൽഡ് ആർഗ്യുമെൻറ്റ് 2ൻ്റെ ഫീൽഡ് എന്തായിരുന്നു, യൂസ് ഇല്ലാതെ കിടക്കുമായിരുന്നു. അപ്പോൾ അതൊരു എക്സെപ്ഷനാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് പരാം T1. ഓക്കെ, പരാം T1 എന്ന് മാത്രമേ ഉള്ളെങ്കിൽ പരാം ഈസ് ദ ഓപ്പറേറ്റർ ഫീൽഡ്. പരാം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓപ്പറേറ്റർ ഫീൽഡിൽ വരും. ആർഗ്യുമെൻറ്റ് 1ൻ്റെ അകത്ത് ഏതായിരിക്കും വരിക, T1 വരും. ആർഗ്യുമെൻറ്റ് 2ഉം റിസൾട്ട് ഫീൽഡും എന്തായിരിക്കും, യൂസ് ഇല്ലാതെ കിടക്കുമായിരിക്കും. ഓക്കെ, അത് നൈദർ ആർഗ്യുമെൻറ്റ് 2 ഫീൽഡ് നോർ റിസൾട്ട് ഫീൽഡ് ഈസ് യൂസ്ഡ്. ഇത് രണ്ടും എന്താണ്, യൂസ് ചെയ്യുന്നില്ല, അതൊരു എക്സെപ്ഷനാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടു റെപ്രസെൻറ്റ് ദ അൺകണ്ടീഷണൽ ഓർ കണ്ടീഷണൽ ജെം സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടീഷണൽ അല്ലെ അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞപ്പോൾ ഗോ ടു. ഓക്കെ, ഗോ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ലേബലായിരിക്കും അല്ലേ, അതൊരു അൺകണ്ടീഷണലാണ്. അപ്പം അൺകണ്ടീഷണൽ ഓർ കണ്ടീഷണൽ ജെൻബ് ആണെങ്കിൽ വി പ്ലേസ് ലേബൽ ടു ദ ടാർഗറ്റ്.
ടാർഗറ്റിൻ്റെ അവിടെ, അതായത് റിസൾട്ട് ഫീൽഡിൻ്റെ അവിടെ എന്ത് കൊടുക്കും? ലേബൽ കൊടുക്കും. ഗോ ടുവിൻ്റെ അവിടെ ആയിരിക്കും, ഗോ ടു എന്ന് പറയുന്നതിൻ്റെ അകത്ത് ആയിരിക്കും ഓപ്പറേറ്റർ ഫീൽഡിൻ്റെ അകത്തായിരിക്കും ഗോ ടു കൊടുക്കുക. മറ്റേ ഈ ലേബൽ ഫീൽഡ് കൊടുക്കുന്ന റിസൾട്ടിൻ്റെ അകത്തായിരിക്കും. അപ്പം ആർഗ്യുമെൻറ്റ് 1ഉം ആർഗ്യുമെൻറ്റ് 2ഉം എന്തായിരിക്കും? വേക്കൻ്റ് ആയിരിക്കും. അപ്പം ഇതാണ് 3 തരത്തിലുള്ള എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ക്വാഡ്രപ്പിൾസ്? എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്? അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ടു റീഅറേഞ്ച് കോഡ് ഫോർ ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ. ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ്റെ അകത്ത് കോഡ് നമ്മൾ റീഅറേഞ്ച് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ റീഅറേഞ്ച് കോഡ് ഫോർ ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ ഈസിയാണ്. പിന്നെ വൺ ക്യാൻ ക്വിക്ലി അസസ് വാല്യൂ ഓഫ് ടെമ്പററി വേരിയബിൾ യൂസിങ് സിമ്പിൾ ടേബിൾ. അപ്പോൾ ഈ സിമ്പിൾ ടേബിളിൻ്റെ അകത്തുനിന്ന് ഈസി ആയിട്ട് ടെമ്പററി വേരിയബിൾസ് അകത്തുനിന്ന് നമുക്ക് സബ് എക്സ്പ്രഷൻ്റെ ഒക്കെ വേണേൽ വാല്യൂസ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടെമ്പററി വേരിയബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസ് ക്വിക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒത്തിരിയും ടെമ്പററീസ് യൂസ് ചെയ്യുന്നുണ്ട്, ടെമ്പററി വേരിയബിൾ. അപ്പം ആ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻ ലോട്ട് ഓഫ് ടെമ്പററീസ്. ടെമ്പററി വേരിയബിൾ ക്രിയേഷൻ ഇൻക്രീസ് ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി. ടെമ്പററി വേരിയബിൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നത്, കൂടുന്നുണ്ട്. അതാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ് ടെമ്പററീസ് ഉണ്ട്. ആ ലോട്ട് ഓഫ് ടെമ്പററീസ് യൂസ് ചെയ്യുന്നത് കൊണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ടൈം കോംപ്ലക്സിറ്റി സ്പേസ് കോംപ്ലക്സിറ്റിയും എന്താണ് ഇവിടെ ഇൻക്രീസ് ആകുന്നുണ്ട്. ഇനി ട്രിപ്പിൾസ്. അപ്പോൾ ക്വാഡ്രപ്പിൾസ് കഴിഞ്ഞ് ട്രിപ്പിൾസ് ആണ്. This representation does not make use of extra temporary variable. നമുക്ക് ഇതിൻ്റെ അകത്ത് ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യുന്നില്ല, എക്സ്ട്രാ ടെമ്പററി വേരിയബിൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല. To represent a single operation instead when reference to another triple's value is needed. അപ്പോൾ ഇവിടെ റെഫറൻസ് നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് വാല്യൂ നമുക്ക് വേണം, ഇവിടുത്തെ ഏതും വാല്യൂ വേണം, ഒരു ഓപ്പറേറ്ററിൻ്റെ വാല്യൂ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് റെഫറൻസ് ആണ്. ഓക്കെ, അപ്പം അനദർ ട്രിപ്പിൾസ് വാല്യൂ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? റെഫർ ചെയ്യുവാണ്. പിന്നെ എ പോയിന്റർ ടു ട്രിപ്പിൾസ് ഈസ് യൂസ്ഡ്. അതിനുവേണ്ടി ഒരു പോയിന്റർ ആണ്. ഓക്കെ, എവിടെയാണോ കിടക്കുന്ന ആ പോയിന്റർ ആയിരിക്കും നമ്മളിവിടെ പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ട്രിപ്പിൾസിൻ്റെ അകത്ത് ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ 3 എന്നാണ്. ക്വാഡ്രപ്പിൾ എന്ന് പറയുമ്പോൾ 4 ആണ്. ക്വാഡ്രിപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ 4 ആണ്. അപ്പോൾ അവിടെ 4 ഫീൽഡ്. ഇവിടെ ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ 3 ഫീൽഡാണ്. 3 ഫീൽഡിനകത്ത് ഫസ്റ്റ് ഫീൽഡിൽ ഓപ്പറേറ്റർ, സെക്കൻഡ് ഫീൽഡിൽ ആർഗ്യുമെൻറ്റ് 1 ആൻഡ് തേർഡ് ഫീൽഡിൽ ആർഗ്യുമെൻറ്റ് 2. ഇത്രയുമാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ട്രിപ്പിൾസിൻ്റെ കേസിൽ. നമ്മളിവിടെ ഒരു ട്രിപ്പിൾസിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ നേരത്തെ ആ എക്സാമ്പിൾ വെച്ചിട്ട് ക്വാഡ്രപ്പിളിനെ നമ്മൾ എഴുതിയ സെയിം എക്സാമ്പിളാണ് ഇവിടെ എടുത്തേക്കുന്നത്. ട്രിപ്പിൾസിൻ്റെ കേസിൽ എഴുതിയേക്കുന്ന ഇതാണ്: എ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു മൈനസ് എ പ്ലസ് ബി ഇൻറ്റു മൈനസ് എ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ട്രിപ്പിൾസ്. ഓക്കെ, 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എഴുതുക? അപ്പോൾ ഈ ഒരു കേസിൽ ആദ്യം ഏതാ ചെയ്യുന്നത്? മൈനസ് സി ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പം ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? മൈനസ് സി. കണ്ടോ, ഓപ്പറേറ്ററിൻ്റെ അവിടെ യൂണറി മൈനസ്, പിന്നെ ആർഗ്യുമെൻറ്റിൻ്റെ അവിടെ സി. ആർഗ്യുമെൻറ്റ് 2 വേക്കൻ്റ്, വേറെ ഇല്ല. ഇനി എന്ത് ചെയ്യണം? ഈ ബിയുടെ റിസൾട്ട് ബിയും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പം മൾട്ടിപ്ലൈ ഇൻറ്റു കൊടുത്തു. പിന്നെ എന്താണ്? ബി ആണ്. ഓക്കെ, ബി നമ്മൾ കൊടുത്തു. ഇപ്പം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. ബി ആണെങ്കിൽ ബി ഇവിടെ ആദ്യം കൊടുക്കുക. ആർഗ്യുമെൻറ്റ് ഇപ്പം ആദ്യം കിടക്കുന്നത് രണ്ടാമത് ആർഗ്യുമെൻറ്റ് 2ൻ്റെ അവിടെ കൊടുത്താൽ മതി. അപ്പോൾ ആർഗ്യുമെൻറ്റ് 2ൻ്റെ അവിടെ ബി കൊടുത്തു. മൈനസ് സി എന്നാണ് അടുത്തത് വേണ്ടത്. അപ്പം മൈനസ് സി കിടക്കുന്ന പോയിൻ്റർ, ഈ ലൊക്കേഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. മൈനസ് സി എവിടെ കിടക്കുന്നത്? അവിടെ 0യിൽ. അപ്പോൾ ഇതുണ്ടോ 0 കൊടുക്കുക. ഇനി നെക്സ്റ്റ് അടുത്തത് സി ആണ് കേട്ടോ, മൈനസ് സി ആണ്. അപ്പം മൈനസ് സി ആണ് എന്ത് വേണം? യു മൈനസ് യൂണറി മൈനസ് പിന്നെ സി കൊടുത്തു. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ബി എ ഈ യൂണറി മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഇൻറ്റു ഓപ്പറേറ്ററിന് അവിടെ എന്ത് കൊടുക്കണം? ഇൻറ്റു കൊടുക്കണം.
മൈനസ് സി എവിടെയാണുള്ളത്? സി മൈനസ് സി ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ബിയുടെ കൂടെ. അപ്പം അത് ലൊക്കേഷൻ 2-ലുണ്ട് ആണ്ടോ. അപ്പം 2 എന്ന് പറഞ്ഞ ലൊക്കേഷൻ കൊടുത്തു. പിന്നെ ബി. പിന്നെ എന്ത് ചെയ്യണം? ഈ രണ്ടെണ്ണം ഓക്കെ, ഈ ബി ഇൻറ്റു സിയും ഈ ബി ഇൻറ്റു സിയും കൂടെ ആഡ് ചെയ്യണം. അപ്പം ബി ഇൻറ്റു സിയുടെ റിസൾട്ട് ഇവിടെ ഫസ്റ്റിൽ ഈ ഒരു ലൊക്കേഷനിലുണ്ട്, രണ്ടാമത്തത് ഇവിടെ കിടപ്പുണ്ട്. അപ്പം അത് തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടേ. അപ്പം പ്ലസ് കൊടുത്തു. ലൊക്കേഷൻ ഫസ്റ്റ് ലൊക്കേഷൻ കണ്ടോ, ഈ ലൊക്കേഷൻ ഫസ്റ്റ് ലൊക്കേഷൻ. പിന്നെ രണ്ടാമത്തത് റിസൾട്ട് ഇവിടെ തേർഡ് ലൊക്കേഷനില്ല, അപ്പം തേർഡും കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? എ ഈസ് ഈക്വൽ ടു എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം എ ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഈക്വൽ ടു നമ്മൾ കൊടുത്തു. നെക്സ്റ്റ് എ ആണ് അല്ലേ, എ എന്ന് പറയുന്നതാണ് കൊടുക്കേണ്ടത്. ആർഗ്യുമെന്റ് ഫീൽഡിൽ എ കൊടുക്കുക. ഇനി എയ്ക്കകത്ത് ഏതിൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കണ്ടേ? 4 കണ്ടോ, ഈ 4th ലൊക്കേഷനിലെ വാല്യൂ. അപ്പം അതുകൊണ്ടാണ് 4 എന്ന് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾസ് എഴുതുന്നത്. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു റെഫറൻസ് ആണ്, ഒരു പോയിന്റർ ആയിരിക്കും ഇവിടെ പറയാം. എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ ഇൻഡെക്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പോയിന്റർ അങ്ങോട്ട് പോയിന്റ് ചെയ്യാനൊരു പോയിന്റർ ആണ് ഇവിടെ പറയാം. ക്വാഡ്രപ്പിളിൻ്റെ കേസിൽ നമ്മൾ ടെമ്പററി വേരിയബിൾ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും? അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് triple is no need to use temporary variable which save memory as well as time. അപ്പോൾ ടെമ്പററി വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്? സേവ് മെമ്മറിയും ടൈമും ഇവിടെ സേവ് ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടെമ്പറീസ് ആർ ഇംപ്ലിസിറ്റഡ് ആൻഡ് ഡിഫിക്കൽട്ട് ടു റീഅറേഞ്ച് കോഡ്. ടെമ്പറീസ് ഇല്ലാത്തത് കൊണ്ട് എന്ത് പറ്റും? അത് ആ കോഡ് റീഅറേഞ്ച്മെന്റ് ബുദ്ധിമുട്ടാണ്. ഓക്കെ. പിന്നെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഒപ്റ്റിമൈസ്. ഇത് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഒപ്റ്റിമൈസേഷൻ ഇൻവോൾവിങ് മൂവിങ് ഇന്റർമീഡിയറ്റ് കോഡ്. ഒപ്റ്റിമൈസേഷൻ്റെ അകത്ത് ഇന്റർമീഡിയറ്റ് കോഡ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റും. When triple C is moved, any other triple reference to it must be updated also. നമ്മളിവിടെ റെഫറൻസ് നമ്പർ ഇപ്പം 1 എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 1 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ വേറെ ഒരെണ്ണം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ നേരത്തെ ഉള്ളത് ആ സ്റ്റോറേജ് ചെയ്യുന്ന നമ്പർ മാറത്തില്ലേ? അപ്പം അതുകൊണ്ട് ഇതെന്താണ്? ട്രിപ്പിൾസ് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ റെഫറൻസ് അപ്ഡേഷൻ നടത്തണം, ഇല്ലെങ്കിൽ അവിടെ നമുക്ക് കറക്റ്റായിട്ട് പോയിന്റർ കിട്ടത്തില്ല. വിത്ത് ഹെൽപ്പ് ഓഫ് പോയിന്റർ വൺ ക്യാൻ ഡയറക്ട്ലി അസസ് സിമ്പിൾ ടേബിൾ എൻട്രി. അപ്പോൾ പോയിന്ററിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈസി ആയിട്ടാണ് നമുക്ക് അസസ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റർ കറക്റ്റായിട്ട് എല്ലായിടത്തും അപ്ഡേഷൻ നമുക്ക് നടത്തണം. ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് ഇസ് ഇൻഡയറക്റ്റ് ട്രിപ്പിൾസ്. ഇൻഡയറക്റ്റ് ട്രിപ്പിൾസ് ആണെങ്കിൽ ഇത് ഒരു എൻഹാൻസ്മെന്റ് ഓവർ ട്രിപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആണ്. ഈ ട്രിപ്പിൾസിൻ്റെ അകത്ത് കുറച്ച് എന്താണ് എൻഹാൻസ്മെന്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ പറഞ്ഞ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഈ ലൊക്കേഷൻ പറയുന്നത് കൊണ്ട് അത് മാറും അല്ലേ, അത് കറക്റ്റായിട്ട് അത് പോയിന്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യാൻ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയും. അതെങ്ങനെ മാറ്റാമെന്നുള്ളതാണ് ഇൻഡയറക്റ്റ് നമ്മൾ പറയാം. ഇറ്റ് യൂസസ് ആൻ അഡീഷണൽ ഇൻസ്ട്രക്ഷൻ അറേ. അതിനകത്ത് എന്തുണ്ട്? ഒരു അഡീഷണൽ ഇൻസ്ട്രക്ഷൻ അറേ ഉണ്ട്. ടു ലിസ്റ്റ് ദ പോയിന്റേഴ്സ് ടു ദ ട്രിപ്പിൾസ്. പോയിന്റർ ആയിരിക്കും പറയാം. അരയ്ക്കകത്ത് പോയിന്റർ, ആ ട്രിപ്പിൾസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന പോയിന്റർ ആണ് പറയുക. അത് ഏത് ഓർഡറിലാണ് പറയണം? ഡിസൈഡ് ഓർഡർ പറയണം. ദസ് ഇൻസ്റ്റെഡ് ഓഫ് പൊസിഷൻ പോയിന്റർ ആർ യൂസ്ഡ് ടു സ്റ്റോർ ദ റിസൾട്ട്. പൊസിഷൻ ആണ് നമ്മൾ ട്രിപ്പിൾസിൻ്റെ അകത്ത് പറഞ്ഞത്. അതിന് പകരം നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യണം? പോയിന്റർ യൂസ് ചെയ്യണം. റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പോയിന്റർ ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ. അപ്പം ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒപ്റ്റിമൈസർ ഇറ്റ് അലോ ദ ഒപ്റ്റിമൈസേഴ്സ് ടു ഈസി റീപൊസിഷൻ ദ സബ് എക്സ്പ്രഷൻ ഫോർ പ്രൊഡ്യൂസിങ് ദ ഒപ്റ്റിമൈസ്ഡ് കോഡ്. അപ്പം ഈസി ആയിട്ട് നമുക്ക് റീപൊസിഷൻ, അത് എവിടെ കിടക്കുന്നത് എന്നുള്ള റീപൊസിഷൻ ചെയ്യാനായിട്ട് ഈസിയാണ്. അപ്പം ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇൻഡയറക്റ്റ് ട്രിപ്പിൾസിനകത്ത് ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇതാണ് ഇൻസ്ട്രക്ഷൻ അറേ എന്ന് പറയുന്നത്.
ഇതിൻ്റെ അകത്ത് ഇവിടെ പറയുന്നത് ഇത് ഇൻഡെക്സ് 0 1 2 3 4 5 ഇത് പറയുന്നത് ഇതിൻ്റെ ഇൻഡെക്സാണ്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പോയിന്ററാണ്. പോയിന്റർ എവിടെയാണ് ഇത് കിടക്കുന്നത്? അപ്പം ഈ ഒരു ടേബിളിൻ്റെ പോയിന്റർ ആണ് പറയുന്നത്. അപ്പം നോക്കി ഇത് ഏത് ഓർഡർ ആണ്? അപ്പോൾ ആദ്യത്തെ അതിനകത്ത് 14 എന്ന് പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ ചെയ്യണം, പിന്നെ 15, പിന്നെ 16, പിന്നെ 17, 18, 19 ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ നിന്ന് ഇത് മാറ്റുന്നത് കൊണ്ട്, അറേഞ്ച് ചെയ്യുന്നത് മാറ്റുന്നത് കൊണ്ട് നമുക്ക് വലിയ വ്യത്യാസം അത് വരില്ല, ബുദ്ധിമുട്ട് വരില്ല. ഒപ്റ്റിമൈസേഷൻ ഈസിയർ ആവും. അപ്പോൾ നോക്കി ഇവിടെ എഴുതുമ്പം നമ്മളിത് എഴുതിയിരിക്കുന്നത് ട്യൂപ്പിൾസ് പോലെ തന്നെയാണ്, ട്രിപ്പിൾസ് പോലെ തന്നെയാണ്. ട്രിപ്പിൾസിനകത്ത് നമ്മൾ എന്താണ്? ഓപ്പറേറ്റർ, ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2 അത് തന്നെയാണ് എഴുതുന്നത്. ഇവിടെ നേരത്തെ നമ്മളിപ്പം 0, ഇവിടെ 0 1 2 3ക്ക് പകരം ഇവിടെ ഒരു നമ്മൾ ആ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇപ്പം 0 ഇവിടെ ഉള്ളത് കൊണ്ടാണ് മാറ്റി കൊടുത്തേക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് നിങ്ങൾ കൊടുക്കുക, ആ ഇൻഡെക്സ് വാല്യൂ വേണം നിങ്ങൾ ഇവിടെ എഴുതാനായിട്ട്. അത്രേ ഉള്ളൂ ഇവിടെ വ്യത്യാസം. ഓക്കെ, ഇത് സാധാരണ യൂണിവേഴ്സിറ്റിക്കൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഇതാണ്: ട്രാൻസ്ലേറ്റ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ടു ക്വാഡ്രപ്പിൾ, ട്രിപ്പിൾ ആൻഡ് ഇൻഡയറക്റ്റ് ട്രിപ്പിൾ. എക്സ്പ്രഷൻ ഇതാണ്: a പ്ലസ് ബി ഇൻറ്റു സി ഡിവൈഡ് സി എക്സ്പോണന്റ് എഫ് പ്ലസ് ബി ഇൻറ്റു എ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? ഫസ്റ്റ് 3 അഡ്രസ് കോഡിലേക്ക് മാറ്റുക. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ള ഏതാണെന്ന് നോക്കുക. ഇതിനാണ് ആദ്യത്തെ ഏറ്റവും കൂടുതൽ പ്രസിഡൻസ്. അപ്പോൾ ആദ്യം ഇത് പെർഫോം ചെയ്യണം. അപ്പം ഈ എക്സ്പോണന്റ് എഫ് അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്തു? T1ൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് നോക്കുമ്പോൾ ഓപ്പറേറ്റർ ഇൻറ്റും ഡിവൈഡ് പ്ലസും ആണ്. അപ്പം ഇൻറ്റുവിനും ഡിവൈഡിനും സെയിം പ്രസിഡൻസ് ആണ്. അപ്പം ഇത് സെയിം പ്രസിഡൻസ് വരുവാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് വേണം അസോസിയേറ്റിവിറ്റി. അപ്പോൾ ആദ്യം ഇത് പെർഫോം ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് ബി ഇൻറ്റു സി എടുത്തു, അതിൻ്റെ റിസൾട്ട് T2ൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? ഇതിനെ ഡിവൈഡ് ആണ്. ഈ കിട്ടിയ റിസൾട്ടും നേരത്തെ ഈ എക്സ്പോണന്റ് എഫിൻ്റെയും ഡിവൈഡ് ചെയ്യണം. അപ്പം T2 ബി ഇൻറ്റു സി എന്ന് പറയുമ്പോൾ T2 അവിടെ റിസൾട്ട് ഉണ്ട്, ഡിവൈഡഡ് ബൈ T1. ഇത് ഇത്രയും ചെയ്തു. ഇനി അടുത്ത ഏതാ വരിക? ബി ഇൻറ്റു എ. ഓക്കെ, ബി ഇൻറ്റു എ എന്ന് പറയുന്നത് റിസൾട്ട് T4ൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തു. ഇനി ബാലൻസ് വരുന്നത് 2 പ്ലസ് ആണ്. അപ്പം സെയിം പ്രസിഡൻസ് ആണ് രണ്ടിനും. അപ്പം എന്ത് ചെയ്യണം? ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റഡ്. ആദ്യം ഇത് ചെയ്യണം. അപ്പം എ പ്ലസ് ഈ ഒരു ബി ഇൻറ്റു സി ഡിവൈഡ് ഈ എക്സ്പോണന്റ് എഫിൻ്റെ റിസൾട്ട് എവിടെ ഉണ്ട്? T3യിലുണ്ട്. അപ്പം എ പ്ലസ് T3 എടുത്തു. ഓക്കെ, അത് എന്ത് ചെയ്തു? T5ൻ്റെ അകത്ത് റിസൾട്ട് സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ T5ൻ്റെ റിസൾട്ടും ഈ ബി ഇൻറ്റു എയും ചെയ്യണം. ബി ഇൻറ്റു എയുടെ റിസൾട്ട് T4ലുണ്ട്. അപ്പം T5 പ്ലസ് T4 എടുത്തു. അപ്പം നമുക്ക് 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്താൽ ഇനി ക്വാഡ്രപ്പിൾ ആണ് എഴുതേണ്ടത്. അപ്പം ആദ്യം നമ്മൾ ലൊക്കേഷൻ 0 1 2 3 4 5 അങ്ങനെ എഴുതി. ഓപ്പറേറ്റർ ആണ് നെക്സ്റ്റ് ഫീൽഡ്, പിന്നെ ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2, റിസൾട്ട്. ആദ്യത്തെ എക്സ്പ്രഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ എക്സ്പോണന്റ് ആണ്, അതിവിടെ കൊടുത്തു. ഈ ലൊക്കേഷൻ ഇവിടെ ആരുടെ ലൊക്കേഷൻ? 0 1 2 3 കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം 0 കൊടുത്തു, ഓപ്പറേറ്റർ കൊടുത്തു. ആർഗ്യുമെന്റ് 1 എന്ന് പറയുമ്പോൾ ആദ്യം ഈ എഫ് റിസൾട്ടിൻ്റെ അവിടെ ലെഫ്റ്റിൽ കിടക്കുന്നതാണ് എഴുതേണ്ടത്. അപ്പം T1. നെക്സ്റ്റ് അടുത്തത് എന്താണ്? ബി ഇൻറ്റു സി. അപ്പം ഇൻറ്റു എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റർ. ഇൻറ്റു എഴുതി. പിന്നെ ആർഗ്യുമെന്റ് 1 ബിയും ആർഗ്യുമെന്റ് 2 സിയും. ലെഫ്റ്റിൽ കിടക്കുന്നത് T2. നെക്സ്റ്റ് ഡിവൈഡ് ആണ്. ഡിവൈഡ് കൊടുക്കുമ്പം കേട്ടോ T2. ഓക്കെ, T2 ഡിവൈഡ് T1 ആണ്. അപ്പം T2 T1, പിന്നെ റിസൾട്ട് T3യിൽ. നെക്സ്റ്റ് എ ബി ഇൻറ്റു എ. ഓപ്പറേറ്റർ ഇൻറ്റു ആർഗ്യുമെന്റ് 1 ബി, ആർഗ്യുമെന്റ് 2 എ. ഇതുണ്ടോ? ഓക്കെ, റിസൾട്ട് എവിടെയാണ്? T4ലാണ്. നെക്സ്റ്റ് വരുന്നത് ഇതാണ് എ പ്ലസ് T3. അപ്പം പ്ലസ് ആണ് ഓപ്പറേറ്റർ. ആദ്യത്തെ ആർഗ്യുമെന്റ് എ, രണ്ടാമത്തെ T3, റിസൾട്ട് T5. നെക്സ്റ്റ് T5 പ്ലസ് T4 ആണ്. അപ്പം പ്ലസ് ആണ് ഇവിടുത്തെ ഓപ്പറേറ്റർ. T5 T4 ലെഫ്റ്റിൽ കിടക്കുന്നത് T6. ഇതാണ് ക്വാഡ്രപ്പിൾ. അപ്പം ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ക്വാഡ്രപ്പിളായി. ഇനി ട്രിപ്പിൾസ് ആണ്.
നമുക്ക് ഇവിടെ തന്നേക്കുന്നത് നമുക്ക് ഈ ഒരു നേരത്തെ ഞാൻ ഇവിടോട്ട് എഴുതിയേക്കുവാണ് 3 അഡ്രസ് കോഡ് ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് ട്രിപ്പിൾസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ട്രിപ്പിൾസിൻ്റെ അകത്ത് നമുക്ക് ലൊക്കേഷൻ ആദ്യം എഴുതി ഓപ്പറേറ്റർ ആർഗ്യുമെൻറ്റ് 1 ആർഗ്യുമെൻറ്റ് 2 ഇത്രമാണ് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ചെയ്യുമ്പോൾ T1 ഈസ് ഈക്വൽ ടു ഈ എക്സ്പോണൻറ്റ് എഫ്. ഓക്കെ, അപ്പോൾ അവിടെ ആരോ ഇട്ടു, റിസൾട്ട് ഇവിടെ സ്റ്റോർ ചെയ്യത്തില്ല T1 എന്ന്. അപ്പോൾ ഇയും എഫ് നമ്മൾ എഴുതി. നെക്സ്റ്റ് ഏതാണ് B ഇൻറ്റു സി. ഓക്കെ, അപ്പോൾ ഇൻറ്റു കൊടുത്തു ബിയും സിയും. ആർഗ്യുമെൻറ്റ് 1 ആർഗ്യുമെൻറ്റ് 2 എന്ന് പറഞ്ഞാൽ ബിയും സിയും. നെക്സ്റ്റ് T2 ഡിവൈഡ് T3 എന്നാണ് പറഞ്ഞത്. അപ്പം ഡിവൈഡ് ആണ് ഓപ്പറേറ്റർ. അപ്പം T2 എന്ന് പറയുന്നത് ബി ഇൻറ്റു സി ആണ്. ബി ഇൻറ്റു സി റിസൾട്ട് 1ൻ്റെ അകത്ത്, അതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് കൊടുത്തു. ഈ എക്സ്പോണൻറ്റ് എഫ് 0യ്ക്കകത്തുണ്ട്. ലൊക്കേഷൻ കൊടുക്കുക. ഇവിടെ ഇന്റർമീഡിയറ്റ് കോഡ് ഇല്ല. ഇന്റർമീഡിയറ്റ് കോഡിന് പകരം നമ്മൾ ആ ലൊക്കേഷനാണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റു ആണ്. ഏതൊക്കെ തമ്മിലാണ്? ബി ഇൻറ്റു എ ആണ് മൾട്ടിപ്ലൈ ചെയ്തത്. നെക്സ്റ്റ് പ്ലസ് ആണ്. എയും T3യും അവിടെ കിടക്കുന്നത്. അപ്പം T3 എന്ന് പറയുന്നത് ഏതാണ്? ഓക്കെ, അതായത് ലൊക്കേഷൻ 2ൻ്റെ അകത്ത് കിടക്കുന്നത്. ഈ ഡിവൈഡ് ചെയ്ത റിസൾട്ടാണ്, അതെടുത്തു. നെക്സ്റ്റ് പ്ലസ് ആണ്. ഏതൊക്കെ തമ്മിലാണ്? ഇത് തമ്മിലാണ് പ്ലസ് ചെയ്യേണ്ടത്. അപ്പം പ്ലസ് 4th ലൊക്കേഷനും 3rd ലൊക്കേഷനും ആഡ് ചെയ്യാം. ഇങ്ങനെയാണ് ട്രിപ്പിൾസ് എഴുതുന്നത്. ഇൻഡയറക്റ്റ് ട്രിപ്പിൾസ് എഴുതുമ്പോഴത്തേന് നമ്മൾ ഇവിടെ നമ്പർ അങ്ങ് ഇടുക. ഇത് നിങ്ങൾക്ക് എന്ത് നമ്പർ വേണേലും കൊടുക്കാം, 35, 36 എന്ത് വേണേലും കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഇവിടുത്തെ ഇതുമായിട്ട് എഴുതുന്നത് ഇതാണ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് 0, 1, 2, 3, 4 അങ്ങനെ എഴുതുന്നതാണ് ഇത്. അപ്പം ഇതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ഏത് ഓർഡറിൽ ചെയ്യണം? 35, 35 ആദ്യം ചെയ്യണം, അത് ഫസ്റ്റ്, 36 ഇങ്ങനെ ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന പോലെ തന്നെയാണ് കണ്ടോ. ഈ ട്രിപ്പിൾസ് എന്താണോ എഴുതിയേക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ട് എടുത്തെഴുതുക. അങ്ങനെ അങ്ങ് പഠിക്കുക കേട്ടോ. അപ്പം ആ എഴുതുമ്പോൾ നിങ്ങൾ അതേ രീതിയിൽ അങ്ങ് എഴുതിയാൽ മതി. ഈ ട്രിപ്പിൾസ് എന്താണോ അത് അതേപോലെ എഴുതി. ഇവിടെ എഴുതുമ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ്റെ അരേ എഴുതുമ്പോഴത്തേന് ഈ ലൊക്കേഷൻ ഇതെന്ന് പറയുന്നത് ഇതൊന്നും അല്ലാതെ 0യും 1യും 2 അല്ലാതെ വേറെ ഏതെങ്കിലും ലൊക്കേഷൻ കൊടുക്കുക. 35, 36 അങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഏത് ഓർഡറിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യം 0 എക്സിക്യൂട്ട് ചെയ്യണം. അതിനുശേഷം ഏതാണ്? 1 എക്സിക്യൂട്ട് ചെയ്യണം. അതിനുശേഷം 2, 3, 4, 5. അതാണ് ഇവിടെ പറയുന്നത്. ഏത് ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇൻഡയറക്റ്റ് ട്രിപ്പിൾസ് നമ്മൾ എഴുതുന്നത്. ഇതിൻ്റെ അകത്ത് പഠിച്ചത് 3 അഡ്രസ് കോഡാണ്. അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അതിനകത്ത് 3 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ക്വാഡ്രപ്പിൾ, ട്രിപ്പിൾ ആൻഡ് ഇൻഡയറക്റ്റ് ട്രിപ്പിൾസ്. അപ്പം അതെങ്ങനെയാണ് ഓരോന്നും നമ്മൾ എഴുതുക? ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ ക്വാഡ്രപ്പിൾ, ട്രിപ്പിൾ ആൻഡ് ഇൻഡയറക്റ്റ് ട്രിപ്പിൾ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.